ഹേ ഗായ്സ്, അങ്ങനെ സീസൺ 3 അവസാനിച്ചു. ഇന്നാണ് ഒരു എപ്പിസോഡ്, അതായത് ഫിനാലെ റിലീസായിരിക്കും. നിങ്ങളിതുവരെ ഈ ഒരു എപ്പിസോഡിൻ്റെ ഫിനാലെ, അതായത് 8th എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യുക, സ്പോയിലേഴ്സാണ്. അതിൻ്റെ എപ്പിസോഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ, നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അത് തന്നെ നടന്നു. കഴിഞ്ഞ ഒരു സീസണിനെ പോലെ ലാഗ് ചെയ്ത് അടുത്തൊരു സീസണിലോട്ട് എന്താണോ സംഭവിക്കുന്നത്, അതായത് ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് അടുത്തൊരു സീസണിലോട്ട് മാറ്റി വയ്ക്കാതെ ബാറ്റിൽ ഓഫ് ടെമ്പിൾട്ടൺ തുടക്കം തന്നെ കാണിച്ച് അങ്ങനെ ഒരു നല്ല രീതിയിൽ അവസാനിച്ച് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ലാഗ് ചെയ്യാതെ ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു. ഈ ഒരു സീസണെ പറ്റി പറയുകയാണെങ്കിൽ പല ഒരു ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങി താന്നി അങ്ങനെ പോകുന്ന രീതിയായിരുന്നു. കാരണം ആദ്യം ഫാസ്റ്റായിട്ട് പോകും, പിന്നെ ഒരു സ്ലോ പേസ്. കാരണം ഈ ഒരു സീസൺ അത് അനിവാര്യമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. എന്തായാലും അടിപൊളി തന്നെയായിരുന്നു. ബുക്കിലെ പോലെ കുറേ സംഭവങ്ങൾ നടന്നു. വി കുഡ് സീ സം റിയലി നൈസ് മൂമെൻറ്റ്സ്. പിന്നെ നമ്മളെന്താ പറയുക, ജോൺ സ്നോ വേഴ്സസ് ദ നൈറ്റ് കിങ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞോണം. അത് ഷോയാണ്, ഷോയിൽ പല വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടായില്ലേ, അതായത് ഡേമൻ വേഴ്സസ് ഓർമണ്ട് ഹൈറ്റവർ, അങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടിയില്ല. പക്ഷേ അതിന് പകരം റോഡ്രിക് വേഴ്സസ് ഓർമണ്ടാണ് കിട്ടിയത്. അടിപൊളിയായിരുന്നു ഒരു സംഭവം. സോ എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് ഒരു നോർവേയിലെ കാണിച്ചിട്ടാണ്. നോർവേയിൽ ഐ മസ്റ്റ് സീ ദ ക്യൂ എന്ന് പറഞ്ഞിട്ട് റെനേരുടെ അടുത്തേക്ക് റഷ് ചെയ്യുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എന്തായാലും ഐഡിയ കിട്ടും. അതായത് ഏഗോൺ ഈസ് അലൈവ്. അത് വലിയൊരു പ്രശ്നമാണ്. കാരണം പുള്ളിക്കാരുടെ ഈ ഒരു പൊസിഷനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണ്. ഡയറനൊക്കെ ജസ്റ്റും പറഞ്ഞൊരു ഇപ്പോഴും അനൗൺസ് ചെയ്തിട്ടില്ല, ചുമ്മാ ഓർമണ്ട് ഹൈറ്റവർ കിങ് ആക്കണോ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏഗോൺ എന്ന് പറഞ്ഞാൽ ഹി വാസ് ദ കിങ്. അപ്പോൾ ആ ഒരു സംഭവം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നേരെ ഇത് കേട്ടപടി റെനേറെ കരഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം പെട്ടെന്നായി എല്ലാം ഫാസ്റ്റാക്കി എടുത്തു. അതായത് എടുത്ത് കളയേണ്ട വേസ്റ്റുകളെയും വിഷങ്ങളെയും എല്ലാം പെട്ടെന്ന് എടുത്ത് മാറ്റിയതെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഐ റിയലി ലൈക്ക് ഇറ്റ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് തുടങ്ങിയ ആ ഒരു എവിടെ തുടങ്ങി അത് കാണിച്ച് തുടങ്ങിയത് വളരെ സ്ലോ ആയി പോകുന്ന ഒരു എപ്പിസോഡാണ്. കാരണം ചിലപ്പോൾ ഇനി ഒരു എപ്പിസോഡ് വന്നേക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്തൊരു സീസണിലോട്ട് പോയേനെ. പക്ഷേ ആ മൂമെൻറ്റ്സ് എല്ലാം കട്ട് ചെയ്ത് പെട്ടെന്നായി പോയി. കാരണം കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലൊരു റിലേഷൻ ബ്രേക്കായ രീതിയിലായിരുന്നു. കാരണം റെയിനെ ക്യാപ്ചർ ചെയ്തതിനുള്ള അതിന് ശേഷമുള്ള കുറേ മൂമെൻറ്റ്സ്, അതെല്ലാം അതിന് ശേഷമുള്ള മൂമെൻറ്റ്സ്, അങ്ങനെ കുറേ സംഭവം ഇറ്റ് ഈസ് ടു ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന കണ്ടീഷനായിരുന്നു. അതിനിടയ്ക്ക് മിസേരിയ വന്നിട്ട് കുറേയും അറിയാലോ അങ്ങനെ മൂവ്മെൻ്റ് ചെയ്യുന്നത്. പക്ഷേ അതെല്ലാം കട്ട് ചെയ്ത് പെട്ടെന്നായിപ്പോയി. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ റെനേറി ചെന്നിട്ട് ഡെയ്മൻ്റെ അടുത്ത് പറയും ഹീ ഈസ് റീസൺ, അതായത് ഉയർത്തെഴുന്നേറ്റെന്നാണ് വാക്കിൻ്റെ അടുത്ത്. അതായത് പുള്ളി പുള്ളി ഡ്രാഗനെ മരിച്ചെന്ന് ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റിൽ പെട്ടെന്ന് വന്നിട്ട് ഒരാൾ പറയാണ്, അതായത് ഈ ഒരു മരിച്ചു എന്ന് പറഞ്ഞ വ്യക്തി അത് മരിച്ചു ഏകൊണ്ടെടുത്ത് ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മരിച്ചില്ലോ എന്ന് അപ്പോഴും കൺഫേംഡ് അല്ലായിരുന്നു മുമ്പും. പക്ഷേ സൺഫയറിൻ്റെ കാര്യം ഓരോ തവണ റെയിനെയും ഡെയ്മനും പിന്നെ റിപ്പീറ്റ് ചെയ്ത് പുള്ളിയുടെ ബോഡി വേസ്റ്റ് ലാൻഡിൽ അവിടെ റെസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നുള്ളത്. പക്ഷേ അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയൊരു ഷോക്കിംഗ് മൂവ്മെൻറ്റാണ്. അപ്പോൾ ഹീസ് റീസൺ എന്ന് ഡെയ്മൻ്റെ അടുത്ത് പറയുമ്പോൾ ഡെയ്മൻ ചോദിക്കും ആരെന്ന് ചോദിക്കും. അപ്പോൾ റെനേറിയ പറയും ഏഗോൺ ആൻഡ് ഹിസ് ഡ്രാഗൻ സൺഫയർ ഈസ് അലൈവ് എന്ന് പറയും. അപ്പോൾ ഡെയ്മൻ പറയും ഇല്ല, അങ്ങനെ ഒരു ചാൻസ് ഇല്ല, പുള്ളിയുടെ ഡ്രാഗൻ മരിച്ചാണെന്ന് പറയും. അപ്പോൾ റെനേറിയ പറയാം ഇത് ലോർഡ് മൂട്ടൻ്റെ ആർമിയാണല്ലോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ഏഗോൺ ബേൺ ചെയ്ത് അവരൊക്കെ ബേൺ ചെയ്തിട്ട് ഒരു ഐക്കോണിക് സീൻ. അപ്പോൾ ആ ഒരു സംഭവം പറയാം അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ പീപ്പിൾ ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ റിസപ്റ്റ് മരണത്തിൽ നിന്ന് ഉയർത്തുന്നു അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല മൈ ഓൺ സബ്ജക്ട്സ്, എൻ്റെ തന്നെ പ്രജകൾ ഇതിൻ്റെ സെപ്റ്റിൻ്റെ മുമ്പിൽ വന്ന് അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു മൂവ്മെൻറ്റിലേക്കാണ്. അങ്ങനെ പുള്ളിക്കാരുടെ ഹാർട്ട് ബ്രേക്കിംഗ് ആയി പോയി. കാരണം പുള്ളിക്കാരിക്ക് ഈ ഒരു കിങ്സ് ലാൻഡിങ് പിടിച്ചെടുത്ത് പുള്ളിക്കാരുടെ ഒരു റൈറ്റ്ഫുള്ളായിട്ടുള്ള ആ ഒരു ത്രോൺ പിടിച്ചെടുക്കാൻ പുള്ളിക്കാരിക്ക് വന്നേക്കുന്ന നഷ്ടമാണെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കേട്ട പുള്ളിക്കാരി ഭയങ്കര ബ്രേക്കായി, പുള്ളിക്കാരി സംസാരിക്കാൻ പോലും പറ്റില്ല, അങ്ങനെ മുമ്പിലേക്കാണ്. എന്നിട്ട് അപ്പോൾ ഡെയ്മൻ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലെസർ ഗോഡ്സ് ഹാവ് നോ സേ ഇൻ വാട്ട് ഈസ് ടു കം അങ്ങനെ പറഞ്ഞ് അതായത് പുള്ളിക്ക് പറയുമല്ലോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ദ പവർ, യു ഹാവ് ടു ജസ്റ്റ് ഫീൽഡ് ഇറ്റ്. പുള്ളി കാരണം ഓരോ എപ്പിസോഡിലും പറയുന്ന സംഭവമാണ്, ഇവരെ നോക്കേണ്ട കാര്യമില്ല, യു ഹാവ് 6 ഡ്രാഗൻസ്, യു ഹാവ് ദ പവർ, ജസ്റ്റ് ഡു അങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരനെ കൺസോൾ ചെയ്യും. അപ്പോൾ പുള്ളിക്കാരി പറയും ഒരു കാര്യം ചെയ്യാം, എന്നാൽ പിന്നെ ഇനി ഓരോ ഹൗസിൽ പോയി, അതായത് ടെമ്പിൾട്ടണിലോട്ട് പോയി ഓരോ ഹൗസിലും കയറി ഓരോരുത്തരെയും അവസാനത്തെ ഹൈറ്റവർ ആർമീനെ വരെ കൊന്നോളാം. എന്നിട്ട് തൽക്കാലത്തേക്ക് ബെയിലെയും പിന്നെ നമ്മുടെ ആടും ഈ ഒരു കിങ്സ് ലാൻഡിങ് സെക്യൂർ ആയിട്ട് പിന്നെ ഇത് ഹ്യൂ ഹാമറും കൂടി അങ്ങനെ പറയും. അപ്പോൾ ഡെയ്മൻ എഗ്രി ചെയ്യും. ഡു വാട്ട് എവർ ഇറ്റ് ടേക്സും കൂടി റെനേറിയെ പറയും. പക്ഷേ ഡു നോട്ട് മേക്ക് എ മോൺസ്റ്റർ ഓഫ് മീ, അതായത് അവളൊരു മോൺസ്റ്ററായിട്ട്, അതായത് മേഘോറത്തൊക്കെ പോലെ ആ ഒരു ഇതിലോട്ടാക്കരുത്. കാരണം കുട്ടികളെയൊന്നും കൊല്ലരുത്, അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കും എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഓക്കെ, ഡെയ്മൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഹി എഗ്രീസ് ടു ദാറ്റ്. പിന്നീട് ബെയിലെയും റെനേറിയായിട്ടുള്ള കോൺവെർസേഷനാണ്. ബെയിൽ പറയും നമ്മൾ എത്രയും പെട്ടെന്ന് പോയി കോളിസ് വലേരിയനെ സീസണേക്കിനെ രക്ഷിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ബാറ്റിലും പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചിലപ്പോൾ മരിച്ചു, അപ്പോൾ അതിന് മുമ്പ് പുള്ളിക്കാരൻ ആദ്യം രക്ഷിക്കണം എന്ന് പറയും. ഇപ്പോൾ റെനേറി പറയും അത് ടെമ്പിൾട്ടൺ നമ്മൾ പിടിച്ചെടുത്തതിന് ശേഷം നമ്മളവിടെ സെർച്ച് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ബെയിൽ പറയും ദാറ്റ് വിൽ ബി ടു ലേറ്റ്, യു ഡോണ്ട് കെയർ അബൌട്ട് ഹിം. അപ്പോൾ റെനേറി പറയും ഹീ മെയ്ഡ് ഹിസ് ചോയ്സ്, അതായത് ഞാനല്ല പുള്ളീനെ അങ്ങോട്ടേക്കും പുറത്തേക്ക് വിട്ടത്, പുള്ളി സ്വയം പോയതാണെന്ന് പറയും. അപ്പോൾ ബെയിൽ പറയും അതിന് കാരണം നീയാണ്. അതായത് ബെയിൽ ഇങ്ങനെ സംസാരിക്കാറില്ല, പക്ഷേ എന്താണെന്ന് വെച്ചാൽ ബാറ്റിൽ ഓഫ് ഗള്ളറ്റിന് ശേഷം പുള്ളിക്കാരിക്ക് ഗിൽറ്റാണ്. അതിനുശേഷം ഇങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിക്കാനുള്ള ധൈര്യമില്ല. പക്ഷേ ഇത്തവണ പുള്ളിക്കാരി ഷീ ഡേഴ്സ് ടു സ്പീക്ക് ലൈക്ക് ദാറ്റ്. ആൻഡ് പുള്ളിക്കാരി പറയും
നീയാണ് കാരണം, നീ പുള്ളിയുടെ സൺസിനെ ലെജിറ്റിമൈസ് ചെയ്യാത്തതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പോയത്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ എന്താ പറയുക, അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് അങ്ങനെ എൻ്റെ പെരുമാറണ്ടേ, നീ കാരണമാണ് എൻ്റെ സൺ പോയത്, അത് എന്നെ ലോക്ക് ചെയ്തുകൊണ്ടാണ്, അങ്ങനെ പറഞ്ഞു ടഫ് കോൺവെർസേഷനാവും. അപ്പോൾ വെയിൽ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഞങ്ങളെ, അതായത് ഡ്രാഗൺ റൈഡേഴ്സിനൊക്കെ ഒരു ടൂൾസായിട്ടാണ് യൂസ് ചെയ്യുന്നത്, നിനക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കും, ഇല്ലെങ്കിൽ നിനക്ക് വേണ്ട, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ റെനേറെ പറയും, അതായത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, ഇൻസോളൻസ് ഈസ് ഇൻ യുവർ ബ്ലഡ്, ഐ ക്യാനോട്ട് ബ്ലെയിം യു, അതായത് നിൻ്റെ രക്തത്തിൽ തന്നെയുണ്ട് ഇങ്ങനത്തെ ഒരു വൃത്തിയായിട്ട സ്വഭാവം. അത് ഡെയ്മനെയും ഉദ്ദേശിച്ചായിരിക്കാം, അല്ലെങ്കിൽ വെലേരിയൻ ബ്ലഡിലായിരിക്കും ഉദ്ദേശിച്ചത്. അങ്ങനെ പറഞ്ഞ് ആ ഒരു കോൺവെർസേഷൻ അവിടെ തീരും. അതുകഴിഞ്ഞിട്ട് ബെയിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്നെ അന്ന് ഉപേക്ഷിക്കേണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഡ്രാഗനെ നിനക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് എന്നെ ഇവിടെ നിർത്തിയേക്കണത്, അങ്ങനെ പറഞ്ഞ ആ ഒരു കോൺവെർസേഷൻ തീരും. പിന്നീട് അലനെയാണ് കാണിക്കുന്നത്. അലൻ എന്ന് പറഞ്ഞാൽ കോർലിസ് വെലേരിയൻ്റെ സണ്ണാണ്. അപ്പോൾ ഡ്രിഫ്റ്റ് മാർക്കിൽ ആർമി ഇങ്ങനെ വന്ന് വരുന്നുണ്ടായത്, കിങ്സ് ലാൻഡിനെ സെക്യൂർ ചെയ്യാനായിട്ട് പുള്ളി ആർമീനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഡ്രിഫ്റ്റ് മാർക്കിൻ്റെ ആർമീനെ തന്നെ. അപ്പോൾ അവരുടെ അടുത്ത് പറയും, നമ്മൾ എത്രയും പെട്ടെന്ന് കിങ്സ് ലാൻഡിങ് സെക്യൂർ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകണമെന്ന് പറയും. അപ്പോൾ ഇവർ പറയും, അത് ഞങ്ങളുടെ ലോഡായിട്ടുള്ള ലോർഡ് കോളിസ് ഇപ്പോൾ ക്യാപ്ചർ ചെയ്തപ്പെട്ടിരിക്കുകയാണ്, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അത് പറയാൻ നീ ആരാന്ന് ചോദിക്കും. അപ്പോൾ അലൻ പറയും, ഐ ആം ദ എൽഡസ്റ്റ് സൺ ഓഫ് യുവർ ലോഡ് ആൻഡ് നെയിം സക്സസർ, അതായത് പുള്ളി എന്നെയാണ് സക്സസറായിട്ട് നെയിം ചെയ്തത്, ആൻഡ് യുവർ ഫ്യൂച്ചർ ലോഡ് ഓഫ് ദ ടൈഡ്സ്, ഡ്രിഫ്റ്റ് മാർക്കിൻ്റെ പുതിയ ലോഡാണ് ഞാൻ ഇനി വരാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു പവർ കാണിക്കുക, ഒരു നൈസ് മൂമെൻറ്റാണ്. അതൊരു നോർമൽ ക്യാരക്ടറായിട്ട് വന്നിട്ട് പെട്ടെന്നായി പോയി. ഞാൻ പറഞ്ഞല്ലോ, ഫാസ്റ്റായിരുന്നു, എല്ലാ സംഭവങ്ങളും പെട്ടെന്ന് ഫാസ്റ്റായിരുന്നു. പിന്നെ ടംബിൾടൺ കാണിക്കുന്നത്, അതായത് ഗ്രീനിൻ്റെ ആർമി, അത് ഓർമ്മണ്ട് ഹൈറ്റവർ അവരുടെ ബാറ്റിലിനൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതെല്ലാം ഈ ഒരു പ്രിപ്പറേഷൻ എല്ലാം ഡേറിൻ്റെ അടുത്ത് പറയും, ഇതെല്ലാം നിനക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും. പക്ഷേ നീ ഒരു കിങ് ആവുന്നതിന് മുമ്പ് നീ ഒരു നൈറ്റ് ആവണമെന്ന് പറഞ്ഞിട്ട് പുള്ളി നൈറ്റ് ചെയ്യിപ്പിക്കും. അതായത് അവരുടെ ആ ഫെയ്ത്ത് ഓഫ് ദ സെവൻ വി ലൈറ്റ് ദ വേ, ആ ഒരു രീതിയിലാണ് നൈറ്റ് ചെയ്യുന്നത്. ഡേമൻ മറ്റേ ഇവരെ നൈറ്റ്, അതായത് ഉൽഫിനും ഹ്യൂഹാമറിനെ അവരൊക്കെ നൈറ്റ് ചെയ്യുന്ന രീതിയിലല്ല, ഒരു വേറെ സെപ്പറേറ്റ് രീതിയിലാണ്. അപ്പോൾ എനിക്കൊരു കോമഡി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഡു യു സ്വെയർ ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ, വിമൻ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നത്, കാരണം ഇത് കഴിഞ്ഞിട്ടൊരു മൂമെൻ്റ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു കൊടുത്ത ഒരു ഇതുണ്ടല്ലോ നൈറ്റ് ആക്കാനുള്ള, അതും പുള്ളിയുടെ പ്രവൃത്തിയായിട്ട് യാതൊരു, ഇത് പുള്ളി അല്പനാണ്, പക്ഷേ ഇമാതിരി അല്പനാണ്. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാണ്ട് ഒരു പക്ക കവേർഡായിട്ടുള്ളൊരു ക്യാരക്ടർ. പിന്നീട് ഉൽഫിനെയാണ് കാണിക്കുന്നത്. ഉൽഫിനെ കാണിക്കുമ്പോൾ ആ ഒരു സ്ഥലം എന്താണെന്ന് എവിടെയായിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത്? എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവുന്നല്ലോ ഞാൻ ചോദിക്കുകയാണ്, എവിടെയായിരിക്കും? ഓക്കെ, ഓഫ് കോഴ്സ് പുള്ളിക്കാരൻ വെള്ളം കുടിച്ച് മത്താവാനായിട്ട് എവിടെയാണോ അത് പോസിബിളായിട്ടൊരു സ്ഥലം അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പുള്ളിനെ ട്രേഡ് ചെയ്തിരുന്നു, അതായത് ബാഴ്സലോണയിൽ നിന്ന് റയൽ മാഡ്രിഡിലോട്ടോ അല്ലെങ്കിൽ റയൽ മാഡ്രിഡിൽ നിന്ന് ബാഴ്സലോട്ടോ മേടിക്കുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷനാണ് പുള്ളിയുടെ ട്രേഡിംഗ് എന്ന് പറഞ്ഞത്. അത് ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ പൊക്കോളും, എന്തോ വലിയ പുള്ളിയാണെന്നാണ് പുള്ളിയുടെ വിചാരം. അപ്പോൾ പുള്ളി ഇവിടെ കിടന്ന് വീമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഡേമൻ ഫക്കിങ് ടാർഗേറിയൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഡേമൻ എന്താ പറയുക, ഇത് ഡേമൻ്റെ റെനേറയുടെ ലവറാണ്, അങ്കിളാണ്, ഹസ്ബൻഡാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സൈഡിൽ നിന്ന് വേറെ ഒരുത്തം പറയും, ഹീസ് ഗോട്ട് എ ഫക്കിങ് ഡ്രാഗൻ പറയും. യെസ് ഓഫ് കോഴ്സ് ഹീസ് ഡേമൻ ഫക്കിങ് ടാർഗേറിയൻ ദ റോക്ക് പ്രിൻസ്, ഹീസ് ഗോട്ട് എ ഡ്രാഗൻ അങ്ങനെ പറയും. ബട്ട് റെനേറിയ വുഡൻ ലെറ്റ് ഹിം യൂസ് ഇറ്റ്, പുള്ളിനെ ഇവിടെ ഈ ഒരു ടെമ്പിൾട്ടൺ ബാറ്റിൽ അത് ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. പക്ഷേ ഐ ആം ഗോണ ഷോ ഹിം വാട്ട് ഐ ആം വർത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു വെറുപ്പീര് ക്യാരക്ടർ. പൈസ ആര് കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും നക്കപ്പിച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങടേക്ക് പോകുന്നൊരു ക്യാരക്ടർ. പിന്നെ കിങ്സ് ലാൻഡിംഗ് ആണ് കാണിക്കുന്നത്. റെനേറയുടെ അടുത്തേക്ക് ഒരു മെയ്ഡ് വന്നിട്ട് പറയും, അതായത് ഹെലീന ഈസ് നോട്ട് ഈറ്റിംഗ്. അതായത് പുള്ളിക്കാരി എന്താ ഞാൻ പറയുക, ഒരു പ്യുവർ സോൾ. എന്താ ഞാൻ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയാം, ആൻഡ് പീപ്പിൾ ആർ ഗോണ ഹേറ്റ് റെനേറിയ ഫോർ ഇറ്റ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരി ഭക്ഷണം കഴിക്കില്ലെന്ന് പറയും. അപ്പോൾ ഈ എന്താ പറയുക, റെനേറിയ പറയും, ലെറ്റ്സ് പ്രിപ്പയർ ടു ഗോ ടു ഹൈ സെപ്റ്റൻ ആൻഡ് ഹീസ് ഗോൺ അനോയിൻ മീ ടുഡേ. ആൻഡ് അനോയിൻ്റ് ഇല്ല എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിശ്വാസം എല്ലാം ഒരു ടഫായിരിക്കും, അവരുടെ മൈൻഡ് എന്തായാലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ആൻഡ് ഈസ് ദാറ്റ് ഓൾ എന്ന് പറഞ്ഞിട്ട് മറ്റേ മെയ്ഡ് വയ്ക്കുമ്പോൾ നോ എന്ന് പറയും. ആൻഡ് നമ്മൾ കാണാൻ പോകുന്നത് വളരെ വണ്ടർഫുള്ളായിട്ടുള്ള, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സംഭവമാണ്. അതായത് മിസ്സേറിയൻ്റെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അതായത് പുള്ളിക്കാരുടെ ബാഗെല്ലാം കെട്ടിപ്പറക്കി കുറച്ച് ഗോൾഡൊക്കെ കൊടുത്തിട്ട് എവിടേക്കാണെന്ന് വെച്ചോ, അണ്ട് വല്ല പാമ്പുകൾക്ക് വിഷം കയറ്റണ ജോലി എവിടെയെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അവിടേക്ക് പോകുമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ്റെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അത് ഞാൻ പറഞ്ഞത് വളരെ ഫാസ്റ്റായിരുന്ന എപ്പിസോഡ്. അതായത് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കാണുന്നത് അവർ വളരെ ഇൻറ്റിമേറ്റായിട്ട് നിൽക്കുന്ന ഒരു മൂമെൻറ്റും പെട്ടെന്ന് ഈ ഒരു എപ്പിസോഡിൽ വന്നപ്പോൾ ഇതെല്ലാം മാറി, ഒറ്റയടിക്ക് ഇതെല്ലാം മാറി പുള്ളിക്കാരനെ പറഞ്ഞു വിടുന്നതാണ്. അതായത് ഒരു വിഷത്തിനെ അങ്ങനെ അവിടെ നിന്ന് ഒഴിവായി അങ്ങനെ അത് സംഭവം കഴിഞ്ഞു. പിന്നെ ഒരു സോൾജർ വന്നിട്ട് ഹെലീനയുടെ അടുത്ത് അകത്തേക്ക് പോകാൻ പറയുന്നത്, എല്ലാ ദിവസവും ഒരു കുറച്ച് നേരം പുറത്തേക്ക് പോകാനുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്നത്തെ ഒരു ഇൻസിഡൻറ്റിന് ശേഷം, അതായത് അവർ എസ്കേപ്പ് നോക്കിയതിന് ശേഷം പുറത്തേക്ക് വിടില്ലാന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു അവസരം കൊടുത്തു. അങ്ങനെ ഉള്ളിലോട്ട് പോകാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ നടന്ന് പോകാൻ നോക്കുമ്പോൾ പുള്ളിക്കാരിയുടെ വിഷനിൽ, അതായത് പുള്ളിക്കാരിയുടെ ഡ്രീംസ് എന്ന് പറഞ്ഞ വിഷനാണല്ലോ, ആ വിഷനിൽ കണ്ട അതേ ഒരു മൂമെൻറ്റ്, ഒരു ഹോഴ്സ് എല്ലാം കാണും. അപ്പം തന്നെ മിസ്സേറിയനെ അവിടെ നിന്ന് പാക്ക് ചെയ്ത് പുറത്തേക്ക് വിടുന്നത്. അപ്പം മിസ്സേറിയ പോകാനായത് കിട്ടിയ ഗ്യാപ്പിനകത്ത് കുറച്ചുകൂടെ മെഷോദിക്കേറ്റ് ചെയ്ത് ഡു നോട്ട് ട്രസ്റ്റ് ദ ക്യൂൻ, അതായത് എഗോൺ അലൈവാണെന്നുള്ള കാര്യം പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിൻ്റെ ഒരു ജനിക്കാൻ പോകുന്ന കുട്ടീനെ വെച്ച് പുള്ളിക്കാരി പറയുകയും
ഷീ ഈസ് നോട്ട് നെവർ ഗോണ ലീവ് യു അങ്ങനെ പറഞ്ഞ ഒരു ഇച്ചിരിയുടെ വിഷം നിറച്ചിട്ട് പോകും. അങ്ങനെ അതെല്ലാം കേട്ടിട്ടാണ് ഹെലീന ഉള്ളിലോട്ട് കയറി പോകുന്നത്. പിന്നെ ഹാരൻ ഹാൾ കാണിക്കുന്നത് എയ്മണ്ടിനെയാണ് കാണിക്കുന്നത്. എയ്മണ്ട് ഡ്രീമിയാണ്. അപ്പോൾ ഈയിടെയായിട്ട് എയ്മണ്ട് ഡ്രീംസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഓരോ വോയിസൊക്കെ കേൾക്കുന്നത്. പുള്ളിക്കാരൻ കേൾക്കുന്ന വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഗോണ്ടെയാണ്. പുള്ളിക്കാരൻ കഴിഞ്ഞ നേരത്തെ കേട്ട ഒരു സംഭവം അതേപോലെ തന്നെ ട്രൂ ആയിട്ട് സംഭവിച്ചിരുന്നത്. ആലിസൻ്റെ വോയിസ് ആദ്യം കേട്ടു, ആ ഒരു സംഭവം കേട്ടു. പിന്നെ നെക്സ്റ്റ് പുള്ളിക്കാരൻ കാണുന്നത് നേരെ ആലിസൻ്റെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ പുള്ളിക്കും അങ്ങനത്തെ ഒരു സംഭവം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഞെട്ടി എണീറ്റ് നോക്കുമ്പോൾ അവിടെ ആലിസ് ഇരിക്കുന്നുണ്ട്. ആലിസ് പറയും യു ആർ അലോൺ ഡോണ്ട് വറി എന്ന് പറയും. അപ്പോൾ ഹേമണ്ട് പറയും ഷീ പോയിസൺ മീ. അതായത് ആലിസിൻ്റെ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ വന്നിട്ട് പുള്ളിക്കാരനെ പോയിസൺ ചെയ്തതല്ലോ. അപ്പോൾ പുള്ളിക്കാരി പറയും യു ആർ അലോൺ ഇൻ ദിസ് വേൾഡ് അങ്ങനെ പറയും. അപ്പോൾ ഹേമണ്ട് പറയും വൈ ഡു യു കെയർ ഇഫ് ഐ എം അലോൺ ഓർ നോട്ട്, ഇഫ് ഐ ഡൈ ഓർ നോട്ട്, ഞാൻ മരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും നിനക്ക് എന്താണ്, വൈ ഡു യു കെയർ അങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു സ്റ്റോറിയാണ് അത്. നമ്മുടെ ഒരു പുള്ളിക്കാരിയുടെ സ്റ്റോറി പറയും. അതായത് വെൻ ബലോറിയൻ ദ ഡ്രാഗൻ, ബലേറിയൻ വന്നിട്ട് ഈ ഒരു ഇത് ഹാരൻ ഹാൾ ഫുള്ള് കത്തിച്ചളഞ്ഞല്ലോ. ആ ഒരു സംഭവത്തിനകത്ത് ഓൾമോസ്റ്റ് എല്ലാവരും അവിടുത്തെ ലോഡ്സ് ഉൾപ്പെടെ എല്ലാവരും മരിച്ചു. പക്ഷേ ഒരു കുട്ടി ജീവനോട് ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് ഒരുപാട് പൊള്ളലേറ്റായിരുന്നു. അപ്പോൾ ആ കുട്ടീനെ രക്ഷിക്കാനായിട്ട് കുട്ടിയുടെ അമ്മ ഒരുപാട് ശ്രമിച്ചു. ഒരുപാട് ആൾക്കാരെ വിളിക്കാൻ നോക്കി. പക്ഷേ അവരെന്തായത് മാസ്റ്റേഴ്സിനൊക്കെ വിളിക്കാൻ നോക്കി. പക്ഷേ അവരൊന്നും വന്നില്ല. പുള്ളിക്കാരി പല പല പഴയ രീതികളൊക്കെ ഉപയോഗിച്ച് നോക്കി. പക്ഷേ എന്നിട്ടും കുട്ടീനെ രക്ഷിക്കാൻ പറ്റില്ല. കുട്ടി മരിച്ചു. പക്ഷേ അമ്മ ഒരിക്കലും മരിച്ചില്ല. അമ്മയ്ക്ക് അതൊരു കേഴ്സായിട്ട് കാലാകാലങ്ങളായിട്ട് അങ്ങനെ നിന്നു. ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് അങ്ങനെ തന്നെ നിന്നു. അപ്പോൾ ആ ഒരു കഥ പുള്ളിക്കാരി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പുള്ളിക്കാരിയുടെ സ്വന്തം കഥയാണ്. അത് ആലീസ് എന്ന് പറയുന്നത് വർഷങ്ങളോളമായിട്ട് അവിടെ തന്നെ ജീവിക്കുന്ന ഒരാളാണ്. പുള്ളിക്കാരിക്ക് ഒരു കേഴ്സാണത്. അതായത് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ മെലിസാൻഡ്ര ഉണ്ടല്ലോ, അത് ആ ഒരു വിച്ച് പുള്ളിക്കാരിയുടെ ആ ഒരു നൈറ്റ് കിങ്ങിൻ്റെ ആർമിയായിട്ടുള്ള ഫൈറ്റിന് ശേഷം പുള്ളിക്കാരി അവിടേക്ക് നടന്നു പോയിട്ട് പുള്ളിക്കാരിയുടെ കഴുത്തിൽ ആ നെക്ലേസ് ഊരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഊരുന്ന മൂമെൻറ്റ് തന്നെയാണ് പുള്ളിക്കാരി മരിച്ചു വന്നത്. അപ്പോൾ ആ ഒരു ഇതാണ് പുള്ളിക്കാരിനെ ഇതുവരെ ഏജ് ചെയ്യാതെ പുള്ളിക്കാരി മരിക്കാതെ വെച്ചത്. അപ്പോൾ അതേപോലെ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ പുള്ളിക്കാരിക്ക് ഇവിടെ കേഴ്സാണെന്നുള്ളൂ. അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇതുവരെ മരിക്കാതെ വർഷങ്ങളോളായിട്ട് അവിടെ തന്നെ ജീവിക്കുന്നത്. അപ്പോൾ അത് എയ്മണ്ടിൻ്റെ അടുത്ത് പറയും ആ ഒരു സ്റ്റോറി. പിന്നെ ഹെലീനെ കാണിക്കുന്നുണ്ട്. ഹെലീന സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്തെങ്കിലും സംഭവമായിരിക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, സംഭവം ഉണ്ട്. പക്ഷേ ഞാൻ പറയാം, അത് പിന്നെ ലാസ്റ്റിലോട്ട് വരുമ്പോൾ പറയാം. അപ്പോൾ റെനേറിയ വന്നിട്ട് പറയും യു ഷുഡ് വറി അബൌട്ട് യുവർ ബേബി എന്ന് പറയും. അപ്പോൾ അതായത് നിനക്ക് കുട്ടിയുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നീ ഫുഡ് കഴിക്കണം എന്ന് പറയും. അപ്പോൾ ഹെലിന പറയും യു വറി അബൌട്ട് ഹിം ടു എന്ന് പറയും. അപ്പോൾ ഹെലിന ചോദിക്കും അതൊരു ബോയ് ആണോ എന്ന് ചോദിക്കും. കാരണം ബോയ് ആണെങ്കിൽ പ്രശ്നമാണല്ലോ. അപ്പോൾ പുള്ളിക്കാരി എസ് എന്ന് പറയില്ല. പക്ഷേ നമുക്ക് ഓൾറെഡി അറിയാം പുള്ളിക്കാരി റെനേറിയയ്ക്ക് മനസ്സിലാവും ആണെന്ന് പറയും. എന്നിട്ട് എന്താ പറയുക, ഹെലീന പറയും അവർ ഫാദർ വുഡ് ഹേറ്റ് യു ഫോർ ദിസ്. അതായത് നീ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതുകൊണ്ട് നിന്നെ, ഇപ്പോൾ വിസേരിയസ് ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ പുള്ളി ഹേറ്റ് ചെയ്യുമായിരുന്നു വയ്ക്കും. അപ്പോൾ റെനേറിയ പറയും അത് വിസേരിയസിൻ്റെ, അത് എൻ്റെ ഫാദറിൻ്റെ ഫിലോസഫി ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അതുകൊണ്ട് എനിക്കൊരു നേട്ടം ഉണ്ടായില്ല, എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പലതും നോക്കി, എൻ്റെ സബ്ജക്ട്സ് എന്നെ ഒബേ ചെയ്യുന്ന നോക്കി. അത് പുള്ളിയുടെ ഒരു ഫിലോസഫി, പീസ്ഫുൾ ലൈഫ് നോക്കിയിട്ട് ഒന്നും നടന്നിട്ടില്ല എന്ന് പറയും. റെനേറിയ പറയും നീ ഇപ്പോൾ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന പറയും. അപ്പോൾ ഹെലീന പറയും അതായത് ഓൾ ദ തിങ്സ് യു കെയർ അബൌട്ട് ആർ അഗളി. നിൻ്റെ കയ്യിലുള്ളതും എല്ലാം അഗളിയാണ്. ഈ കൊട്ടാരം ഉൾപ്പെടെ, അതായത് ഒരു കിങ്സ് ലാൻഡിങ് ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും നിൻ്റെ കയ്യിലുള്ള അഗളിയാണ്. അങ്ങനെ മൊത്തടിച്ച് പറയും. അപ്പോൾ റെനേറിയയ്ക്ക് മനസ്സിലാവും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, മനസ്സിലായി. പുള്ളിക്കാരി നടന്നു പോയിട്ട് അവിടെ നിന്ന് പോയിട്ട് സോൾജേഴ്സിൻ്റെ അടുത്ത് പറയും പുള്ളിക്കാരനെ ഫുഡ് കഴിപ്പിക്കാൻ പറയാൻ. പുള്ളിക്കാരനെ നിർബന്ധിച്ച് വയലോട്ട് കുത്തി കയറ്റി ഫുഡ് കഴിപ്പിച്ചു വിടും. പിന്നെ അടുത്ത സീനിൽ ആടത്തിനെ അലൈനെ കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും കോളീസ് വലേറിയൻ്റെ മക്കളാണ്, ബാസ്റ്റേഡ് സൺസ്. അപ്പോൾ പുള്ളി ലെജിറ്റിമൈസ് ചെയ്യാൻ നോക്കി, പക്ഷേ റെനേറിയ സമ്മതിച്ചില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് കോളീസ് മാറിയുന്നതും പുള്ളി ഇപ്പോൾ പിടിക്കപ്പെട്ടതും. അപ്പോൾ ആഡം വന്നിട്ട് അലൈൻ്റെ അടുത്തേക്ക് നീ ഇവിടെ തന്നെ നിൽക്കാനാണ് പരിപാടി. അപ്പോൾ പുള്ളിക്കാരൻ പറയും എനിക്ക് ക്യൂവിൻ്റെ ഓർഡർ ഉണ്ട്, അതായത് ഇവിടെ കിങ്സ് ലാൻഡിങ് പ്രൊട്ടക്റ്റ് ചെയ്യാണ് എന്നെ ഓർഡർ ചെയ്തേക്കെന്ന് പറയും. അപ്പോൾ വാട്ട് അബൌട്ട് അവർ ഫാദർ വി നീഡ് ടു ഗോ ആൻഡ് പ്രൊട്ടക്റ്റിങ്. അപ്പോൾ പുള്ളിക്കാരൻ പറയും അത് പുള്ളി ആ ഒരു പാത്ത് ചൂസ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ അറിയാം അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളെല്ലാം, എന്നിട്ട് തന്നെയാണ് പുള്ളിക്കാരനെ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ക്യൂൻ പറയുന്നത് അനുസരിക്കേണ്ടതാണ് എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയും. അപ്പോൾ ആഡം പറയും അതായത് എ നൈസ് അസെൻഷൻ ഫോർ എ ബാസ്റ്റഡ്. ഈ ഒരു മൂമെൻറ്റ് പുള്ളി ഉപകാരപ്പെടുത്താണെന്നാണ് ആഡം ഉദ്ദേശിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് കോളീസ് വലേറിയൻ്റെ ഒരു ഗ്യാപ്പ് പുള്ളി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂവിൻ്റെ ഫേവർ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ആഡം പറയും എനിക്ക് ഈ ഒരു പൊസിഷനിലോട്ടൊന്നും ആഗ്രഹമില്ല, പക്ഷേ ഐ എം ജസ്റ്റ് ഡൂയിങ് മൈ ഡ്യൂട്ടി അങ്ങനെ പറഞ്ഞാൽ അത് അവസാനിക്കും. പിന്നെ ടംബിൾട്ടൺ കാണിക്കുന്നത്. ഗ്വെയിൻ ഉണ്ട്, ഡേറൻ ഉണ്ട്, ഓർമണ്ട് ഹൈറ്റവർ ഉണ്ട്, പിന്നെ റോക്സ്റ്റൺ. ഈ റോക്സ്റ്റനാണ് അത് നമ്മുടെ ഡെയ്മനായിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ടല്ലോ ഈ ഒരു എപ്പിസോഡിന്. അതൊരു ഫൈറ്റ് ഒരു ടഫ്, അതായത് ഇതുവരെ ഡെയ്മൻ ഫേസ് ചെയ്ത ഫൈറ്റുകളുടെ ഒരു ടഫ് ഫൈറ്റ്, ഓൾമോസ്റ്റ് വാസ് ഗോണ ബി ക്രഷ്ഡ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഒരു ഫൈറ്റ് അതാണ് റോക്സ്റ്റൻ, അവരുടെ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ഒരു വാരിയർ. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്, ഇവരെല്ലാം ഒരു യുദ്ധത്തിനായിട്ടുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ചിൽഡ്രനെ, അതായത് പുള്ളി അത്രയും കവേർഡായിട്ടുള്ള ആളുകളായിരിക്കണം. അതായത് ആദ്യം ഡ്രാഗൻസ് ഒന്ന് ബേൺ ചെയ്തായിരിക്കും അവരുടെ, അതായത് ഈ ഒരു ടെമ്പിൾട്ടണിലെ വീടുകളിലുള്ളിൽ തന്നെ അവരെ സോൾജേഴ്സ് താമസിക്കാൻ തുടങ്ങി. പിന്നെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് വരുന്ന പറഞ്ഞപ്പോൾ പിള്ളേരെ മുന്നിലിരുത്തി. അപ്പോൾ പിള്ളേർ മുന്നിലുണ്ടെങ്കിൽ വിട്ടില്ലല്ലോ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിട്ട്
അതുവരെ യൂസ് ചെയ്യുന്നൊരു കവേർഡ് അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഗെയിനും ഡയറിനായിട്ട് കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ ഗെയിൻ പറയും വി ആർ ഗോയിങ് ടു ഡൈ എന്ന് പറയും. അപ്പോൾ ഡയറൻ പറയും നോ, അങ്കിൾ ഹാസ് ഓൾവേസ് എ പ്ലാൻ, അത് എൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല സർ, ഡോക്സിനും പുള്ളിക്കും മാത്രം ഈ സംഭവം അറിയുള്ളൂ എന്ന് പറയും. അപ്പോൾ ഡയറൻ പറയും ഐ ഷുഡ് ടേക്ക് മൈ ഡ്രാഗൺ ആൻഡ് ഫൈറ്റ്, ഇവരെല്ലാം ഈ കുട്ടികൾ ഉൾപ്പെടെ എനിക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ മോശം, അപ്പോൾ ഞാൻ ഡ്രാഗൻ എടുത്ത് ഫൈറ്റ് ചെയ്യണം. അപ്പോൾ ഗെയിൻ പറയും നോ യു ആർ ഗോയിങ് ടു ഡൈ, അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞോടും. അപ്പോൾ ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓർമ്മ ഹൈറ്റവർ ചോദിക്കുന്നത് വേറെ ഉൽഫ്. അപ്പോൾ കുറേ സോൾജേഴ്സ് എന്ന് പറയും ഉൽഫ് മിസ്സിംഗ് ആണ്, പക്ഷേ പുള്ളി ഡ്രാഗൻ അവിടെ തന്നെ ഉണ്ട്, പക്ഷേ ഡ്രാഗൻ്റെ അടുത്ത് പുള്ളിനെ കാണാനില്ല എന്ന് പറയും. സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ കണ്ടവരെ കുടിച്ച് ബോധമില്ലാണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്, ഇപ്പോഴും വെളിവില്ല. അതല്ല വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയ്മന് ശരിക്കും, ഡെയ്മനും അതല്ല ബ്ലാക്കിൻ്റെ ആർമിക്ക് ആർക്കും അറിയില്ല പുള്ളിക്കാരൻ സൈഡ് സ്വിച്ച് ചെയ്യാൻ സംഭവം. ഇപ്പോഴും പുള്ളിയുടെ ഡ്രാഗൻ അവിടെ ഇരിക്കുമ്പോൾ പുള്ളി വരും, ഫൈറ്റ് ചെയ്യാൻ വരും, അങ്ങനെ പ്രതീക്ഷയോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഡെയ്മൻ കറാക്സസിൻ്റെ പുറത്ത് ഇങ്ങനെ വന്നിറങ്ങുന്ന ഒരു അടിപൊളി സംഭവം കാണാം. അതായത് ടെമ്പിൾ ടൗണിലോട്ട് ബാറ്റിൽ റെഡി ആയിട്ട് അവരെ നോക്കിയപ്പോൾ കറാക്സസ് വരുമ്പോൾ തന്നെ ഒരു കിടിലം ഫീലാണ്. ഇതിനകത്തൊരു കിടിലം സീനൊക്കെയാണ്, നിങ്ങൾ കണ്ടാൽ അറിയാം. അങ്ങനെ പുള്ളി ഇങ്ങനെ പിടിച്ച് കറാക്സസ് ഇങ്ങനെ പിടിച്ചിട്ട് കണ്ട് പറയാം അതിനെക്കുറിച്ച്. അങ്ങനെ പുള്ളിക്കാരൻ അവർ വന്നിറങ്ങും. അപ്പോൾ ഓസ്കാർ ട്രെല്ലിയുണ്ട്, റോഡ്രിക്ക് ഉണ്ട്, ഇവരെല്ലാം കൂടി പ്ലാൻ ചെയ്യും. പിന്നെ ആലിസൈൻ എല്ലാവരും ഉണ്ട്, ഇവർ പ്ലാൻ ചെയ്യും, അവരെ സംഭവം പ്ലാൻ ചെയ്യും. അതായത് ആദ്യം പോയി ഉൽഫും ഞാനും കൂടി ഇപ്പോൾ ഇവിടെ ഗേറ്റ് ബ്രേക്ക് ചെയ്യാം, അങ്ങനെ കുറേ സംഭവം പറയും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സോൾജിയർ വന്നിട്ട് പറയുന്നത് ഇവരുടെ ആർമിയുടെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തു. അത് ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ അവരുടെ ആർമിയുടെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തു, കുട്ടികളെ മുന്നിൽ നിർത്തിയിട്ടാണ് അവർ ഈ ഒരു സംഭവം ചെയ്യാമെന്ന് പറയും. അപ്പോൾ അവർക്ക് ഡ്രാഗൺ യൂസ് ചെയ്യാനായിട്ടൊരു വഴിയില്ല, കാരണം ഇപ്പോൾ ഡ്രാഗൺസിനെ വെച്ച് അടിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഉൾപ്പെടെ ബേൺ ചെയ്യേണ്ടി വരും. അപ്പോൾ റോഡ്രിക്കിൻ്റെ അടുത്ത് പറയും ഒരു കാര്യം ചെയ്ത് നീ നിൻ്റെ കുറച്ച്, അതായത് വിൻ്റർ വോൾസിൻ്റെ ആ ഒരു ആർമീനെയും കൂട്ടിയിട്ട് പോയിട്ട് അവിടെയുള്ള ഗേറ്റ് തുറക്കുന്നതിന് മുമ്പ് ഒരിക്കലും മരിക്കരുതെന്ന് പറയാം. അപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ ഞാൻ തുറന്നിട്ടേ മരിക്കുന്നുള്ളൂ അങ്ങനെ പറഞ്ഞ് പുള്ളി ഹാപ്പിയാണ്, പുള്ളി വേറെ വൈബാണ്. അപ്പോൾ പിന്നെ ഓസ്കാർ ട്രെല്ലിയുടെ കാര്യം എടുത്ത് പറയണം, അത് നമ്മൾ പല ഗെയിം ഓഫ് ത്രോൺസിനാണെങ്കിലും നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡംസ് ആണ്, എല്ലാത്തിലും കുറേ ആൾക്കാരെ ഈ ഒരു യങ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ കമാൻഡിങ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ഓസ്കാർ ട്രെല്ലി മാത്രമാണ്. അടിപൊളിയാണ് പുള്ളിക്കാരൻ. പ്രത്യേകിച്ച് അങ്ങനത്തെ ആക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ വാട്ട് എവർ ഇറ്റ് ഡസ് ദെയർ ഈസ് സം മോർ. അപ്പോൾ അങ്ങനെ ഓക്കെ റോഡ്രിക്ക് എഗ്രി ചെയ്യും. അങ്ങനെ യുദ്ധത്തിന് 2 കൂട്ടം റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കോളിസോലേരിയൻ അവരുടെ പ്രസറാണല്ലോ. അപ്പോൾ ഗെയിൻ പോയിട്ട് പുള്ളിയുടെ പ്രസറിൽ പോയിട്ട് പുള്ളിയുടെ അടുത്ത് ലാസ്റ്റായിട്ട് ചോദിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുമോ, യുദ്ധമെല്ലാം ഒഴിവാക്കാമെന്ന് പറയും. പുള്ളിക്കാരൻ നടക്കില്ല എന്ന് പറയും. അപ്പോൾ ഗെയിൻ ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് വേ എന്ന് പറഞ്ഞിട്ട് പുള്ളീനെ പിടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലും, അതായത് നമ്മുടെ ബ്ലാക്കിൻ്റെ ആർമിയുടെ അടുത്തോട്ട് ചെല്ലും. അപ്പോൾ ഡെയ്മിൻ്റെ അടുത്ത് സോൾജിയർ വന്നിട്ട് പറയും ഒരാളിവിടെ വന്ന് നിൽക്കേണ്ടതെന്ന് പറയും. അപ്പോൾ ചെന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ ഗെയിൻ, അതായത് എനിക്ക് ഗെയിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയില്ല, പുള്ളിക്കാരൻ ആ കൂടി റീസണബിൾ ആയിട്ടുള്ള 2-3 ക്യാരക്ടേഴ്സ് ഉള്ളത്. ഡാറൻ ഓക്കെ എ ഗുഡ് പേഴ്സൺ, പിന്നെ ഗ്വെയിൻ, പിന്നെ ഹെലീന ഇസ് എ പ്യൂർ സോൾ. അപ്പം അങ്ങനെ. പക്ഷേ ഈ ഒരു മൂമെൻറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഡെയ്മിനെ കണ്ടപടി ഇങ്ങനെ പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ അന്ന്. അങ്ങനെ ഒരു റോക്ക് പ്രിൻസ് ആണല്ലോ, അങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കണ അങ്ങനെ ഒരു സംഭവമാണ്. അതിന് മുമ്പത്തെ എപ്പിസോഡിൽ അത്രയും 3-4-5 പേരെ, അതായത് ഓർമുണ്ടിനെയും ഡാറിനെയും കൊല്ലാമെന്നവരെല്ലാം സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്ത ആൾ ഇപ്പോൾ ഇവിടെ ഡെയ്മൻ വന്നു കഴിഞ്ഞപ്പോൾ പേടിച്ചിങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ആൻഡ് പുള്ളിക്കാരൻ പറയും നമുക്കൊരു ബാർഗെയിൻ ചെയ്യാം, ഇത് ഐ വാണ്ട് പീസ്, ഇപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മരിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഓർമുണ്ട് ഒരിക്കലും അതായത് പുള്ളിയുടെ ഡിഫീറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല, അതിലും ഭേദം പുള്ളിക്ക് മരിക്കുന്നതാണ് നല്ലത്. അങ്ങനത്തെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്രൈഡ്ഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ വാട്ട് അബൌട്ട് യു എന്ന് വെച്ചാൽ ഐ നോ ഇഫ് യു കം ടു ഡൈ വി ആർ ഓൾ ഗോയിങ് ടു ഡൈ, അങ്ങനെ പറഞ്ഞൊരു പീസ്ഫുൾ അഗ്രിമെൻറ്റ് ശ്രമിക്കും. ആൻഡ് കോളിസോലേരിയനും അതിന് വേണ്ടിയിട്ട് ഡെയ്മിൻ്റെ അടുത്ത് ബാർഗെയിൻ ചെയ്യും. അപ്പോൾ ഡെയ്മിന് ഇഷ്ടാവില്ല. ഡെയ്മൻ ചോദിക്കുമ്പോഴെടുത്ത് നീ ഇപ്പോൾ ട്രൈറ്റർ ആയോ എന്ന് വെച്ചിട്ട് പുള്ളിനെ ഒരു പ്രസനറാക്കി, അതായത് വലേരിയനെ തന്നെ അവിടെ ഒരു പ്രസനറാക്കി നിർത്താൻ പറയാണ്ട് ഗെയിന് തിരിച്ചു പോകാനൊരു അവസരം കൊടുക്കും. പിന്നെ അതിന് മുമ്പ് വേറെ കുറേ സംഭവമൊക്കെ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഭരിക്കാമെന്നൊക്കെ ഗെയിൻ പറയുന്നുണ്ട്, കുറേ ഐഡിയ പറഞ്ഞു കൊടുക്കും. അതായത് ഡാരൻ ടാർഗെറിയൻ ഓൾഡ് ടൗൺ ഭരിക്കട്ടെ, എന്താ പറയുക ക്വീൻ റെനേറിയയ്ക്ക് ഇപ്പോൾ അവൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും സ്ഥലങ്ങളും കിങ്സ് ലാൻഡിങ് ഉൾപ്പെടെ ബാക്കി വേലെല്ലാം ഭരിക്കാം, ഞങ്ങളവിടെ എന്താ പറയുക ഓൾഡ് ടൗണിൽ നിന്നോളാം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ നോക്കും. പക്ഷേ ഡെയ്മൻ പറയും ഇപ്പോൾ ഒരു ക്യൂനുണ്ടെങ്കിൽ അത് റെനേറിയ മാത്രമായിരിക്കും, ബാക്കി എല്ലാവരും തല ഞാൻ എടുക്കും, അങ്ങനെ പറഞ്ഞ് ഇപ്പം നീ പീസ്ഫുൾ എഗ്രിമെൻറ്റിൽ വന്നുകൊണ്ട് തന്നെ വെറുതെ പറഞ്ഞിട്ട് ഗ്വെയിൻ വിടും. അപ്പോൾ ഗ്വെയിൻ പേടിച്ച് ഓടി പോണ ഒരു സീനൊക്കെ ഉണ്ട്. അങ്ങനെ റെനേറിയ എന്താ പറയുക പുള്ളിക്കാരനെ അനൗൻറ്റ് ചെയ്യാനായിട്ട് ഹൈസെപ്റ്റൻ്റെ അടുത്തേക്ക് പോകേണ്ടിരിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നത്, അതിലോട്ട് വരും. അതിനു മുമ്പ് തന്നെ ഹാരൻ ഹാളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താ പറയുക എയ്മണ്ട് ഉറങ്ങായിരുന്നു, പെട്ടെന്ന് ഞെട്ടി എണീക്കും. അപ്പോൾ പുള്ളിക്കാരൻ ഞെട്ടി എണീക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗൻ്റെ സൗണ്ട് കേട്ടിരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ വിചാരിക്കുന്നത് ഡ്രീം ആയിരിക്കുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പും പുള്ളിക്കാരൻ ഇങ്ങനെ ഡ്രാഗൻ്റെ സൗണ്ട് കേട്ട് പുള്ളി വൈകാറായിരിക്കും എന്ന് പറഞ്ഞ് പോയി നോക്കുമ്പോൾ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇത്തവണ പുള്ളി പല സൈഡിൽ നിന്ന് സൗണ്ട് കേൾക്കും. അപ്പോൾ ഡ്രാഗൻ ഇങ്ങനെ ഇറങ്ങുന്നൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ എന്താണ് ഏഗോണും സൺഫയറും. പക്ഷേ ഒരു സീൻ എനിക്ക് എന്താ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സൺഫയറിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കണം. അതായത് CGI ബീയിങ്സ് ആണ് എന്നാൽ പോലും
ഷീപ്പ് സ്റ്റീലറിൻ്റെ കാര്യത്തിലും സൺഫെയറിൻ്റെ കാര്യത്തിലും എനിക്ക് ആ ഒരു പെയിൻ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഫെയർ ആ ഒരു ബേൺ ലാസ്റ്റത്തെ എപ്പിസോഡിനകത്ത് മ്യൂട്ടൻ്റെ ആർമിന് ബേൺ ചെയ്തുമ്പോൾ സൺഫെയറിൻ്റെ ഫേസ് നോക്കണം മൊത്തം കത്തി ഒരു സോംബി ഡ്രാഗനായിട്ടാണ് പുള്ളിക്കാരൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ പുള്ളി ലാൻഡ് ചെയ്യുമ്പോൾ പുള്ളിക്ക് നിൽക്കാൻ പറ്റില്ല, അതൊരു ക്രിപ്പിൾഡായി പോയിട്ടുണ്ട് ഡ്രാഗൻ. അതായത് അത്രയും ഇഞ്ചുറി സസ്റ്റെയിൻ ചെയ്തിട്ടും പുള്ളിയുടെ റൈഡറിനെ സേവ് ചെയ്യാൻ വന്ന ഒരു അനദർ ഗുഡ് ബി. അപ്പോൾ പുള്ളി ഇങ്ങനെ ലാൻഡ് ചെയ്യുമ്പോൾ പുള്ളി ഇങ്ങനെ വീണോണ്ട് അങ്ങനെ കിടന്ന് ആ ഒരു സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം പുള്ളിക്ക് പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഏഗോൺ നേരെ പുള്ളിയുടെ അടുത്തൊക്കെ വരുമ്പോൾ പുള്ളിക്കാരൻ ആയിരിക്കും ഡ്രീം ആയിരിക്കുന്നതായിരിക്കും, അതായത് എയിമുണ്ട് ആയിരിക്കും ഡ്രീം ആയിരിക്കുന്നതായിരിക്കും. പക്ഷേ നേരെ പോയി ഒരു സ്ലാപ്പ് ചെയ്യും, അപ്പോൾ ഒറിജിനലാണെന്ന് മനസ്സിലാവും. എന്നിട്ട് അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. എന്നിട്ട് പുള്ളിക്കാരൻ പറയും പ്ലീസ് ഫോർ ഗീവ് മി ബ്രദർ, ഐ ആം എ കിങ്സ്ലെയർ അല്ല കിൻസ്ലെയർ, ഓക്കെ, സഹോദരനെ തന്നെ കൊല്ലാൻ ശ്രമിച്ച ആൾ. അങ്ങനെ അത് പറഞ്ഞ കോൺവെർസേഷനാണ്. ഏഗോൺ കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ എയിമുണ്ട് പ്രതികരിക്കുന്നില്ല, പുള്ളി മുട്ടി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഏഗോൺ പറയും ദിസ് ഈസ് നോ ഫൺ, ഐ വാണ്ട് ടു ഫൈറ്റ് യു, ഫൈറ്റ് മീ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ മുട്ടി തന്നെ നിൽക്കും. ആൻഡ് ഐ ബെഗ് യു ഫോർ ഗീവ്നെസ്, നീ എന്നെ കൊന്നു, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ സമ്മതിച്ചു എന്ന് പറയും. അതായത് രണ്ട് ക്യാരക്ടേഴ്സ് ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റാണ്. അപ്പോൾ ആലീസ് അവിടെ വന്ന് നിൽക്കും. അപ്പോൾ ഹു ആർ യു എന്നൊക്കെ ചോദിക്കണ കോൺവെർസേഷൻ. പുള്ളിക്കാരൻ പറയും ഞാൻ കെട്ടാൻ പോകുന്ന ആളാണ്, അങ്ങനെ പറഞ്ഞ് ഫൺ കോൺവെർസേഷൻ. അപ്പോൾ ഏഗോൺ പറയും ഹിയർ ഈസ് വാട്ട് വി ഗോണ ഡു, അത് നമ്മൾ ടെമ്പിൾട്ടണിലോട്ട് പോകും. എന്നിട്ട് അവരിപ്പോൾ ഡയറിനെ കിങ് ആക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഓർമണ്ട് ഹൈറ്റ് പറയും ഇവരുടെ ആ ഒരു ഡെപ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ നേരെ കിങ്സ് ലാൻഡിങ്ങിലോട്ട് അണ്ടർ മൈ ബാനർ, എൻ്റെ ബാനറിൽ നമ്മൾ നേരെ കിങ്സ് ലാൻഡിങ്ങിലോട്ട് റെനിയറിനെ കൊന്നതിന് ശേഷം ഞാൻ നിന്നോട് ക്ഷമിക്കണോ വേണ്ടിയെന്ന് അപ്പോൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് റെഡിയാവാൻ പറയും. ഇപ്പോൾ പുള്ളിയുടെ ഡ്രാഗൻ പുള്ളിനെ ഉപേക്ഷിച്ചു എന്ന് ആലീസ് പറയും. നോ പ്രോബ്ലം, നമ്മളിപ്പോൾ പോയി നിൻ്റെ ഡ്രാഗൻ സെർച്ച് ചെയ്ത് ഡ്രാഗനെ കണ്ടുപിടിക്കാം. അങ്ങനെ പറഞ്ഞ് അവരുടെ കോൺവെർസേഷൻ ഒരു വേറെ മൂവ്മെൻ്റ് ആക്കി അത് അവസാനിച്ചു. സോ ഏഗോണിൻ്റെ റിട്ടേൺ അറിഞ്ഞുകൊണ്ടാണ് റെനിയറി ഇത്രയും റഷ് ചെയ്യുന്നത്, എത്രയും പെട്ടെന്ന് ആ ഒരു ടെമ്പിളിലോട്ട് പോയിട്ട് ഹൈസപ്റ്റിനെ കൊണ്ട് അനോയിൻറ്റ് ചെയ്യാൻ. അപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോൾ ഹൈസപ്റ്റിൻ്റെ അടുത്ത് ലാസ്റ്റ് ടൈം ചോദിക്കും, അതായത് എന്നെ എത്രയും പെട്ടെന്ന് അനോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഹൈസപ്റ്റിൻ അന്ന് ആദ്യം പറഞ്ഞ അതേ കാര്യം തന്നെ പറയുന്നത് കിങ് ഈസ് അലൈവ്. അത് മാത്രമല്ല അന്ന് നിൻ്റെ അടുത്ത് ഞാൻ ബോഡി കാണിക്കാനും ചോദിച്ചു, പക്ഷേ ഇപ്പോൾ എന്താണ് നടന്നേക്കുന്നത്, പുള്ളി മാത്രമല്ല പുള്ളിയുടെ ഡ്രാഗനും തിരിച്ച് റെസറക്റ്റ് ചെയ്ത് ഉയർക്കപ്പെട്ട് തിരിച്ച് വന്നേക്കാണ്. അപ്പോൾ അതെന്താണ് സൈൻ, യു ആർ നോട്ട് മെൻ ടു ഫോർ റൂൾ ആൻഡ് ഹീ ഈസ് ഡെഫിനറ്റ്ലി മെൻ ടു റൂൾ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചേക്കെന്ന് പറയും. അപ്പോൾ ലാസ്റ്റ് ചാൻസ് ചോദിക്കും, സമ്മതിക്കില്ല. അപ്പോൾ എന്താ ചെയ്യുക, അലൻ്റെ അടുത്ത് നേരെ പോയി കൊല്ലാൻ പറയും. അപ്പോൾ അലനൊന്ന് ഹെസിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അലൻ്റെ അടുത്ത് എങ്ങനെയാണെന്ന് പറയും, നമ്മളാണ് ഏറ്റവും പവറുള്ള ആൾക്കാർ, ഇവരെല്ലാം ലെസ്സർ ഗോഡ്സ് ആണ്, നമ്മളാണ് അതിലും കൂടിയെന്ന് പറഞ്ഞിട്ട് യുവർ ബ്ലഡ് റൺസ് ടു എന്താ പറയുക ആ ബ്ലഡ് നിൻ്റെ കയ്യിലുണ്ട്, വലേരിയൻ ബ്ലഡ്, അങ്ങനെ പറഞ്ഞ് പുള്ളിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഹൈസെപ്റ്റിനെ കൊല്ലും. ടോട്ടൽ ആൾക്കാരെയും കൊന്നിട്ടുണ്ടോ അറിയില്ല. എന്നിട്ട് ഡോർ ക്ലോസ് ചെയ്ത് പുള്ളിക്കാരി നേരെ വന്നിട്ട് ഒരു എന്താ പറയുക ഒരു അടിപൊളി സ്പീച്ച് കൊടുക്കും. അതായത് ഏഗോണിൻ്റെ റിട്ടേൺ കേട്ടതിന് ശേഷം ആരെ ഫോളോ ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂഷനായിട്ട് അവർ ഈ സെപ്റ്റിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഹൈസെപ്റ്റിനെ കൊന്നതിന് ശേഷം റെനിയറെ ഫ്രണ്ടോട്ട് വന്നിട്ട് പറയും ഐ ആം മൈ ഫാദർ വിസേരിയസ് ട്രൂ ബോൺ, വിസേരിയസ് റൈറ്റ്ഫുൾ ഹെയർ. അതായത് എൻ്റെ ഫാദർ മരിക്കുന്നതിന് മുമ്പ് എന്നെയാണ് പുള്ളിയുടെ ഹെയർ ആയിട്ട് അനൗൺസ് ചെയ്തിരുന്നത്. ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ലോഡ്സ് കെയിം ആൻഡ് സ്വെയർ എന്താ പറയുക അവരവരുടെ ഫിയാലിറ്റി എൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയത് ഞാനാണ്, അടുത്ത വരാനുള്ള ക്യൂ എന്നുള്ള അക്സെപ്റ്റ് ചെയ്തു. അത് മാത്രമല്ല ഞങ്ങളുടെ ഹൗസ്, അതായത് ഹൗസ് ഓഫ് ടാർഗേറിയൻ, അതായത് ടാർഗേറിയൻസിൻ്റെ ഹൗസ്, അതാണ് ഈവൻ ദ ഡൂം ഓഫ് ഓൾഡ് വരെ എല്ലാം സർവൈവ് ചെയ്ത് ഞങ്ങൾ മാത്രമാണ്. അപ്പോൾ ടാർഗേറിയൻ ഇവിടെ അയൺ ത്രോണിൽ ഇരുന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. അതിൻ്റെ പ്രോഫസി, അതായത് ഗോഡ്സ് ദൈവങ്ങൾ തന്നെ ചൂസ് ചെയ്ത ആളാണ് ഏഗോൺ ദ കോൺകറർ. അതായത് എന്താ പറയുക ഡിവൈഡറായി കിടന്ന റിലയൻസിനെ എല്ലാം യുണൈറ്റ് ചെയ്ത് ഒരു ഗ്രേറ്റ് എനിമിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് ഞങ്ങളുടെ ആൻസസ്റ്റേഴ്സാണ്. അതിനുശേഷം അതിൻ്റെ അടുത്ത ആൻസസ്റ്റർ, അടുത്ത ആൾ, പിന്നെ എൻ്റെ ഫാദർ, പിന്നെ ഞാൻ. അപ്പോൾ എനിക്ക് മറ്റാരുടെയോ അതായത് ഹൈസെപ്റ്റിനെ അനൗൺസ് ചെയ്യേണ്ടയോ ഒന്നും ആവശ്യമില്ല, ഐ ആം ദ റൈറ്റ്ഫുൾ ഹെയർ, അങ്ങനെ പറഞ്ഞ് ആൾക്കാരെ കൺവിൻസ് ചെയ്യും. ആൻഡ് എന്താ പറയുക നമ്മുടെ ഇത് പ്രെഡിക്റ്റ് ചെയ്യും, അതായത് ഗെയിം ഓഫ് ത്രോൺസിലെ സ്റ്റോറി, അതായത് ദ റിയൽ എനിമീസ് ബിയോണ്ട് ദ വാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൈറ്റ് കിങ് അതിൻ്റെ ആർമി, അതിനെക്കുറിച്ചെല്ലാം ഒരു ഗ്ലിംസ് എല്ലാം പറഞ്ഞിട്ട് കോൺവെർസേഷൻ തീരും. പിന്നെ യുദ്ധത്തിലേക്കാണ്. അങ്ങനെ ദ ഗ്രേറ്റ് ബാറ്റിൽ ഓഫ് ടെമ്പിൾട്ടൺ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഡേവിനൊരു സ്പീച്ച് കൊടുക്കുക, യു വിൽ ബി റിമെമ്പേർഡ് ഇൻ ഹിസ്റ്ററി ഹു ടുക്ക് ഔട്ട് എന്താ പറയുക ഹൈറ്റവേഴ്സിനെ വൈപ്പ് ഔട്ട് ചെയ്ത ആൾക്കാർ, അങ്ങനെയൊക്കെ നിങ്ങളെ റിമെമ്പർ ചെയ്യപ്പെടും അങ്ങനെ പറഞ്ഞു. പിന്നെ എന്താ പറയുക റോഡ്രിക് ഉണ്ട്, ഓസ്കാർ ടെല്ലി ഫ്രണ്ടിലുണ്ട്, പിന്നെ ആലിസൈൻ, അതായത് നമ്മുടെ ക്രിസ്ത്യൻ കോളിലൊക്കെ വന്ന ഒരു പെണ്ണ്, അങ്ങനെ കുറേ എല്ലാവരും ഉണ്ട്, എല്ലാം റെഡി ആയിട്ട് കാണാം. അപ്പോൾ ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ്സ് ഇപ്പോൾ റോഡ്രിക് പോയി ബ്രേക്ക് ചെയ്യും, പിന്നെ ഡെയ്മനും ഉൽഫും കൂടി, ഉൽഫും സിൽവർ, അതായത് സിൽവർ പുള്ളി ഡ്രാഗൻസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ, അതായത് ഇപ്പോഴും ഡെയ്മിന് മനസ്സിലായിട്ടില്ല ഉൽഫ് സൈഡ് സ്വിച്ച് ചെയ്ത സംഭവം. അപ്പോൾ അങ്ങനെ അവർ പ്രിപ്പയർ ചെയ്ത് ബാറ്റിൽ റൺ ചെയ്ത് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഓർമ്മണ്ട് ഉൽഫിനെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ട് കാണും, വെറി ഉൽഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അന്വേഷണം നടക്കണം. അപ്പോൾ ഉൽഫ് എവിടെ പിടിച്ച് പോകാനായിട്ട് കിടക്കണം. അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ല പുള്ളിക്കാരനെ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഒരു സോൾജിയർ റൺ ചെയ്തിട്ട് എന്ന് പറയും മൈ ലോഡ് ദ വാർ ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ് ആൻഡ് എന്താ പറയുക പീസ്ഫുൾ എഗ്രിമെൻറ്റ് ചെയ്യാൻ ടാർഗേറിയൻ നോക്കി നടന്നില്ല. അപ്പോൾ പുള്ളി സർപ്രൈസ് എന്താ സംഭവം നോക്കിയുമ്പോഴാണ് പറയണത്
ഗെയിൻ പോയി കോളിസ് വലേരിയനെ കൊടുത്തിട്ട് ഇൻ എക്സ്ചേഞ്ച് ഫോർ പീസ് അങ്ങനെ പറഞ്ഞു കോളിസ് വലേരിയൻ ആയത്. പുള്ളി ഒരു പിടിവള്ളിയായിട്ട് വെച്ചിരുന്ന മറ്റൊരു, അതായത് ഐ ഹാവ് എ പീസ് ഓൺ ദ ബോർഡ് എന്ന് പറയുന്നത് ഒന്ന് ഉൽഫാണ്, പിന്നെ കോളിസാണ്. അപ്പോൾ ഒരെണ്ണം പോയി എന്ന് മനസ്സിലായി. അങ്ങനെ പുള്ളി ഹാംഗ്രി മോഡിലായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും ഉൽഫിനെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഡെയ്മനും ഓർമുണ്ടും ഉൽഫിനെ കാണാനില്ല. അത് രണ്ടുപേരും അവരുടെ സൈഡിലാണെന്ന് എക്സ്പെക്ട് ചെയ്ത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വെർമിത്തോർ വന്ന് ഈ ഗ്രൗണ്ടിലോട്ട് റംബിൾ ബാറ്റിനകത്ത് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഡെയ്മിന് സർപ്രൈസ് ആണ്. വെർമിത്തോറിൻ്റെ അടുത്ത്, അതായത് ഹ്യൂ ഹാമർ, അതാണ് പുള്ളി ഇതിൻ്റെ റൈഡർ, പുള്ളിയുടെ അടുത്ത് കിങ്സ് ലാൻഡിങ് പ്രൊട്ടക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ പുള്ളി ഇവിടേക്ക് വന്നതാണ്, എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ വൈഫ് ഇവിടെയാണുള്ളത്, ടെമ്പിൾട്ടണിലാണ് പുള്ളിക്കാരൻ്റെ വൈഫുള്ളത്. അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ ബാറ്റിൽ തുടങ്ങി. അവരാദ്യം ചെന്ന് കയറി ചെല്ലാൻ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ കുറേ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലോക്ക്ഡാണ് ഫുൾ സംഭവം. അങ്ങനെ വാള് ബ്രേക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, വിൻ്റർ വോൾഫിൻ്റെ കുറേ ആർമി, റോലാൻസിൻ്റെ, അവരെല്ലാം കുറേ പേര് ചാവും, കുറേ പേർക്ക് തീ പിടിക്കും. പക്ഷേ എന്താ പറയുക, റോഡ്രിക്കാണ് ഒരു മാറ്റം ചേഞ്ച് ആദ്യം ഉണ്ടാക്കുന്നത്. പുള്ളിക്കാരൻ ആദ്യം കയറി മുകളിലോട്ട് ചെന്ന് അതെല്ലാം പൊളിച്ച് അങ്ങനെ ഉള്ളോട്ട് കയറും. പക്ഷേ സ്റ്റിൽ ആ ഒരു വഴി എന്ന് പറയുന്നത് ഓപ്പൺ അല്ല. കാരണം ഫ്രണ്ടിൽ ചിൽഡ്രനൊക്കെ നിൽക്കുകയാണ്, നേരം മോടിക്കിടപ്പ് കത്തിക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ സിറ്റുവേഷൻ. പിന്നെ ഇവരെല്ലാം പോകുന്നുണ്ട്. സം തിങ്സ് ഹാപ്പൻ. ബട്ട് എന്താ പറയുക, കൂടുതൽ നമ്മുടെ ഇവരുടെ ആർമി, അതായത് നമ്മുടെ ബ്ലാക്സിൻ്റെ ആർമി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉൽഫ് എവിടെയാണെന്ന് നോക്കി. ഉൽഫ് വന്നിട്ട് വേണം ഇവരെ പ്ലാൻ ചെയ്യണ സംഭവം ചെയ്യാനായിട്ട്. പക്ഷേ ഉൽഫിനെ കിട്ടില്ല. അപ്പോൾ ദർ ഈസ് നോ ഓപ്ഷൻ. അതായത് ഫ്രണ്ടിലെ ഗേറ്റ് ബ്രേക്ക് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഇല്ല. അപ്പോഴാണ് ഒരു ഐക്കോണിക് സീൻ വരുന്നത്, ഒരു സിനിമാറ്റിക് സംഭവം. അത് ഇതിലും സെറ്റപ്പായിട്ട് എടുക്കായിരുന്നു. പക്ഷേ അതെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ സീനിൽ മാത്രം അങ്ങോട്ട് അതിന് മാത്രം ഒരു എൻഹാൻസ്ഡ് ആയിപ്പോൾ ബാക്കിയെല്ലാം ഡൗൺ ആയി പോകും. അങ്ങനെ സീനായിപ്പോൾ അത് വേറെ ആരുള്ള കറാക്സസ്, ഡേവിൻ പറയും കറാക്സസിനെ അങ്ങനെ വിളിക്കും. കറാക്സസ്, അതായത് കറാക്സസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വോയിസ് കമാൻഡ് ഉണ്ട്, മാനുവൽ ഉണ്ട്, ഓട്ടോ പൈലറ്റ് ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു ഡ്രാഗനാണ്. അത് ഐക്കോണിക് ഡ്രാഗൻ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് വിളിച്ച് നേരെ പറഞ്ഞു കഴിയുമ്പോൾ പുള്ളി നേരെ അങ്ങോട്ട് ചെല്ലും. ഇവിടെ കഴുത്തറിയാലോ, നീണ്ടു നിൽക്കുന്ന ബ്ലഡ് വേം എന്നാണ് പുള്ളീനെ പറയുന്നത്. അങ്ങോട്ട് ചെല്ലും. ഡ്രഗാരിസ്, അതായത് ഇവർ കുറേ, അതായത് ഡേമൻ അതിൻ്റെ പുറത്തിരുന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ അമ്പൊക്കെ വരുന്നത്. അപ്പോൾ ഡേമൻ അത് വെച്ച് ബ്ലോക്ക് ചെയ്യും. പക്ഷേ അടുത്തൊരു അമ്പ ആരോ ഒരു ഇവിടേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡ്രഗാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റത്തുനിന്ന് ഫയർ ഇവിടെ നിന്ന് അറ്റം വരെ പോയി എല്ലാത്തിനെയും കത്തിച്ച് അത് ഫുള്ള് ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഫ്രണ്ടിലെ സോൾജേഴ്സ് എല്ലാം മരിക്കും. അതിന് ഇപ്പുറത്തുള്ളവർ ഇങ്ങനെ ഇപ്പം തന്നെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തേക്കാം, ഡൈവൻ അങ്ങോട്ട് വരുമെന്ന് പറയുമ്പോഴേക്കും കറാക്സസ് ഇത് ഓൾറെഡി ഫയറുള്ള അതിൻ്റെ ഉള്ളിൽ തല അങ്ങോട്ട് നീട്ടി വെച്ചിട്ട് ഒരൊറ്റ ഡ്രഗാരസോടെയും കൊടുക്കും. അതോടെ എല്ലാം തീരുവനെ പുള്ളിയുടെ പർപ്പസ് ഇത് ബ്രേക്കിംഗ് ദ വളാ തീർന്നു. അതുകൊണ്ട് നേരെ ഒരു പട്ടിക്കുട്ടി ബാഗിലോട്ട് ഇറങ്ങിപ്പോൾ പുള്ളിക്കാരൻ നേരെ ഓട്ടോ കമാൻഡ് അങ്ങനെ തിരിച്ചു പോയി. അങ്ങനെ എല്ലാം ബ്രേക്ക് ചെയ്ത് എല്ലാവരും ഉള്ളോട്ട് ഒരു കിട്ടില്ല സീൻ. പിന്നെ എപ്പോഴും ഓർമുണ്ട് ഹൈറ്റവർ ഉൽഫിനായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഫൈനലി കിട്ടി. എവിടെയാണെന്ന് വെച്ചാൽ കുടിച്ച് ബോധമില്ലാണ്ട് നാറ്റായിട്ട് ഇങ്ങനെ അടിച്ച് കിടക്കണം. അപ്പോൾ ഓർമുണ്ട് ഹൈറ്റവർ നേരെ ഉള്ളോട്ട്. പുള്ളിക്ക് അലർജി ആണല്ലോ, അതാണ് പുള്ളിയുടെ ഒരു വീക്ക്നെസ് ഓർമുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനോട് കുടിച്ച് പോകാൻ എടുക്കും. അപ്പോൾ ആ ഒരു സ്മെല്ലടിച്ചിട്ട് പുള്ളിക്കാരൻ വൊമിറ്റ് ചെയ്യാൻ വരും. എന്നിട്ട് നേരെ പുള്ളിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് പുള്ളിനെ ചവിട്ടിക്കൂടും. അത് ഡേമൻ പയ്യെ 2 ചവിട്ടി കൊടുത്തിട്ട് ഒന്ന് ഉപദേശിച്ചിട്ടുള്ളൂ. പക്ഷേ ഓർമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കഷ്ടമായിട്ട് കൊടുത്ത് യു ജസ്റ്റ് ഹാഡ് വൺ ജോബ് എന്ന് പറഞ്ഞിട്ട് ബോ നൗ ഗെറ്റ് ഓൺ യുവർ എഫ് കിങ് ഡ്രാഗിങ് അങ്ങനെ പറഞ്ഞിട്ട് പുള്ളീനെ അടുത്തേക്ക് വിടും. അപ്പോൾ പുള്ളിയുടെ ഡ്രാഗൻ എന്ന് പറഞ്ഞ സിൽവർ റിംഗ് ആണല്ലോ, അവിടേക്ക് ചെന്നപ്പോൾ അവിടെ ഓൾറെഡി ഡേമൻ പറഞ്ഞു വിട്ട ആൾ, അതായത് ഉൽഫ് എവിടെയാണ്, ഉൽഫിപ്പോൾ തന്നെ ഗ്രൗണ്ടിലോട്ട്, അതായത് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് വന്നെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾ, പുള്ളിക്ക് അറിയില്ല പുള്ളി സൈഡ് പറയുന്നത്. അപ്പോൾ ഇവരുടെ തന്നെ, അതായത് നമ്മുടെ ഓർമെൻറ്റിൻ്റെ സോൾജേഴ്സുമായിട്ട് ആ പറഞ്ഞ ആളെ കൊല്ലും. എന്നിട്ട് ഉൽഫ് നേരെ ഡ്രാഗനിലോട്ട് ക്ലൈം ചെയ്യും. പിന്നെ ഇങ്ങനെ മറ്റേ ഫൈറ്റാണ് ഹാൻഡ് ടു ഹാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേമനും എന്താ പറയുക, ഇപ്പം ഡേമനും ജോൺ റോക്സിനായിട്ടുള്ള സ്പോർട്ട് ഫൈറ്റാണ്. ഓഫ് കോഴ്സ് മറ്റേ ജോൺ റോക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മസ്കുലിനാണ്. ഡേമനെ ഇവർ കണക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു സൈഡിലോട്ട് ഒതുക്കി നിർത്തുന്നുണ്ട്. പിന്നെ റോഡ്രിക്കും ഓർമുണ്ടായിട്ട്, അതായത് റോഡ്രിക്കിൻ്റെ കാര്യം എടുത്ത് റോഡ്രിക്ക് കിട്ടുന്ന വഴി കിട്ടുന്ന എല്ലാത്തിനും അടിച്ചു നോക്കി. അതായത് പിള്ളേരെ പുള്ളിക്കാരൻ ആദ്യം അറ്റാക്ക് ചെയ്യില്ല, പക്ഷേ ഒരുത്തൻ ആവശ്യമില്ലാണ്ട് ചൊറിഞ്ഞ് അവനെ അവരെല്ലാത്തിനെയും ഒതുക്കി അടിച്ചു വിടുന്നുണ്ട്. അതിൻ്റെ ഓർമുണ്ടായിട്ടുള്ള ഒരു കിടിലൻ ഫൈറ്റ് ഉണ്ട്. അതിൻ്റെ പുള്ളിക്കാരൻ ഒറ്റ കാൻഡ് അത്രയും സ്ട്രോങ് ആണ്. എന്താ പറയുക, റോഡ്രിക്ക് എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആണ്. ഒരൊറ്റ കൈ വെച്ചില്ലാതെ ഒതുക്കി പിടിക്കുക, അങ്ങനത്തെ റൈറ്റാണ്. അപ്പോൾ ഡേമനും ജോൺ റോക്സിനുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ടഫ് ബ്രൂട്ടൽ ബാറ്റിൽ, അതായത് ഡേമൻ്റെ കണ്ണൊക്കെ കുത്തി പൊളിച്ചെടുക്കാനുള്ള അങ്ങനെ സിറ്റുവേഷൻ വരെ സിനാരിയോയിൽ ആക്കി വയ്ക്കും. അതിൻ്റെ പുള്ളിക്കാരൻ ഭയങ്കര മസ്കുലിനാണല്ലോ. പക്ഷേ ഡേമൻ സർവൈവ് അങ്ങനെ ചെയ്ത് കൊണ്ടിരിക്കും. പിന്നെ ഇപ്പുറത്ത് ഓർമുണ്ടും റോഡ്രിക്കായിട്ടുള്ള ഫൈറ്റ്, അതിനകത്ത് ഫൈറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഈക്വൽ പോലെ വരും. പക്ഷേ റോഡ്രിക്കിൻ്റെ അപ്പർ ഹാൻഡ് ആയിട്ട് പുള്ളിക്കാരൻ്റെ ഇവിടേക്ക് അടിച്ച് കയറ്റി ഇങ്ങനെ കഴുത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് ഒരു സ്വോർഡ് ഊരി പുള്ളിയുടെ കൈ മുറിച്ച് കളയുമല്ലോ. ഈ സൗണ്ടവർക്ക് അറിയാം, അതായത് റോഡ്രിക്കിൻ്റെ കൈ മുറിച്ചറിയും. പക്ഷേ പുള്ളിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒറ്റ കൈ മതി. ആ ഒരെണ്ണം വെച്ച് തന്നെ പുള്ളിക്കാരൻ ഒരു മൂലയ്ക്ക് ഒതുക്കി പുള്ളിനെ കുത്തി ഒരു സ്ഥലത്ത് ഇങ്ങനെ തുളച്ച് ഇങ്ങനെ കയറ്റി വയ്ക്കും. അപ്പോൾ അതേ സമയത്ത് തന്നെ സർപ്രൈസ്, ഉൽഫ് അത്ര നേരം ഇതിനകത്തില്ലായിരുന്ന ആൾ പുള്ളി അങ്ങോട്ട് ഡിസൈഡ് ചെയ്തു ഇനി അങ്ങോട്ട് ഞാൻ തീരുമാനിക്കാം. പുള്ളി നേരെ പോയി ഇവരുടെ ആർമി, അതായത് ഡേമൻ്റെ ആർമീനെ ഫുൾ അങ്ങോട്ട് ഒരു പകുതി ഓൾമോസ്റ്റ് ഒരു 10-40% കത്തിച്ചു വിടും. എന്നിട്ട് നേരെ ഡ്രാഗൻ എടുത്തുകൊണ്ട് വരുമ്പോൾ നേരെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് റോഡ്രിക്ക് മരിക്കാൻ റെഡിയാണ്. അത് ഹാപ്പി ഡെത്ത് എത്രയും പെട്ടെന്ന് കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണം. അപ്പം
ഓർമ്മയുണ്ട് നോ എന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ട് ഓൾറെഡി ചാവാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിൽക്കുമ്പോൾ നേരെ ഉൽഫ് വന്നിട്ട് ഇവർ രണ്ടെണ്ണത്തിനോട് ഒരുമിച്ച് കത്തിച്ച് ഫുൾ. അത് മാത്രമല്ല അത് മറ്റേ ഡെനറിയസ് ടാർഗെറിയൻ മറ്റേ ഗെയിം ഓഫ് ത്രോൺസ് ചെയ്ത ആ സ്ഥലം, ആ ടെമ്പിൾട്ടൺ ഫുള്ള് ആൾക്കാരുൾപ്പെടെ കുട്ടികളെന്നില്ല, ഗ്രീൻ എന്നില്ല, ബ്ലാക്ക് എന്നില്ല, റിവർലാൻഡ് ആർമി എന്നില്ല, ഓർമ്മണ്ട് എന്നില്ല, എല്ലാത്തിനെയും ഒരുമിച്ച് കത്തിച്ച് നശിപ്പിച്ച് ആ സ്ഥലം ഫുള്ളായിട്ട്. അതിൻ്റെ ആ ഒരു ഫയർ കാരണം ശരിക്കും പറഞ്ഞാൽ ഡേവൻ ഒരു കണക്കിന് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാം. അതായത് ജോൺ റോക്സിനുള്ള ഫൈറ്റിനകത്ത് ഡേമൻ ശരിക്കും പറഞ്ഞാൽ ഡൗൺ ആയിട്ട് പുള്ളി തീർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കഷ്ടിച്ച് സർവൈവ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഡ്രാഗൺ ഫയർ കാരണം ഡേമനോട് രക്ഷപ്പെട്ടു. ജോൺ റോക്സിൻ്റെ മേത്തോട് ഫ്ലോറിയ സാധനങ്ങൾ ഇടിഞ്ഞു വീണു. അങ്ങനെ ഫുള്ളി ഒരു സൗണ്ടൊന്നും കേൾക്കാതെ ഒരു ആഫ്റ്റർ മാത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ വാറിൻ്റെ ഒരു ആഫ്റ്റർ മാത്താണ് കാണിക്കുന്നത്. അതുകൊണ്ട് എന്തെല്ലാം നഷ്ടങ്ങളാണ് ഒരു നേട്ടമോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല എന്ന് കാണിക്കാനിടയത്. ഇതിനെല്ലാം തുടക്കം കുറച്ച് ഓർമുണ്ട് മരിച്ചു, പിന്നെ റോഡ്രിക്ക് മരിച്ചു, പിന്നെ ഈ ഹ്യൂഹാമർ എന്ന് പറഞ്ഞ ആളൊരു ഇത് ഡ്രാഗനെ റൈഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഓർത്തിയാന്ന് തെളിയിക്കണം, അല്ലെങ്കിൽ ഡ്രാഗൻ്റെ കൈ കൊണ്ട് തന്നെ ഫയറിനകത്ത് അത് കത്തി മരിക്കും. ഇതെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടും പുള്ളിയുടെ വൈഫിനെ ഇത്രയും വലിയ ഡ്രാഗൻ ഉണ്ടായിരുന്നു രക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു ഇഫക്റ്റ് ആ ഒരു മൊത്തം അന്തരീക്ഷം കാണിക്കും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വെർമിത്തോറും കറാക്സൻസും കൂടി ഉൽഫിനെ ചേസ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പുറത്ത് റൈഡേഴ്സ് ഇല്ല. അത് ഇവരിവിടെ തന്നെയാണല്ലോ, അപ്പോൾ കാണിക്കുന്നില്ല. പക്ഷേ പുള്ളീനെ ചേസ് ചെയ്ത് എനിക്ക് പുള്ളീനെ കൊല്ലാനുള്ള എന്തായാലും കൊല്ലും, പക്ഷേ ചുമ്മാ അങ്ങോട്ടും ഇട്ട് കൊല്ലും നിൽക്കുന്നില്ല. പക്ഷേ കറാക്സസ് ഫയർ ചെയ്യുന്നുണ്ട് ഉൽഫിൻ്റെ മൂളിക്കയുടെ ഡ്രാഗൻ്റെ മേത്തോട്ട്, പക്ഷേ കൊള്ളുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടി വരും. പക്ഷേ വെർമിത്തോറും കറാക്സസും കൂടി ഉൽഫിനെ, അതായത് സിൽവർ വിങ്ങിനെ ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന കാണിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഡേമൻ ഗ്രൗണ്ടിൽ തന്നെയാണ് അതേ സമയത്തും. പിന്നെ ഹ്യൂ ഹാമറാണെങ്കിൽ പുള്ളിയുടെ ഭാര്യ മരിച്ചല്ലോ, പുള്ളിക്കാരുടെ ബോഡി ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ തന്നെ ആ ഒരു ഇഫക്റ്റ് തരം മാറിയിട്ടില്ല യുദ്ധത്തിൻ്റെ. അപ്പോൾ തന്നെ കോളിസ് വലേരിയം വന്നിട്ട് പറയും ദ ടൗൺ ഈസ് ലോസ്റ്റ് വി ആർ ലിവിങ് എന്ന് പറഞ്ഞ് യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങളായിട്ടുള്ള ആൾക്കാരുടെ ഡെത്ത്, എല്ലാവരും മരിച്ച് ഇനി എന്ത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച് ആ ഭാഗം അവിടെ അവസാനിക്കും. അതിന് നല്ലൊരു ക്യാരക്ടർ മരിച്ചിട്ടില്ല, ഗെയിൻ ഹൈഡോർ മരിച്ചിട്ടില്ല. പുള്ളിക്കാരൻ നേരെ ഞെട്ടി എണീച്ചിട്ടായത് ആ ഒരു ഇഫക്റ്റിൽ പുള്ളി എനിക്ക് വേണേൽ സെഡേറ്റ് ആയി പോയിട്ടുണ്ടാവും. പുള്ളി അത് എൻ്റെ നേരെ തന്നെ ഡാറിനെയാണ് നോക്കുന്നത്. അപ്പോൾ ഡാറിനെ കാണാനില്ല. എനിക്ക് ഡാരൻ ഓഫ് കോഴ്സ് എന്തായാലും സർവൈവ് ചെയ്തിട്ടുണ്ടാവും. ചില പുള്ളിയുടെ ഡ്രാഗൻ്റെ പുറത്ത് ടെസേറിയൻ്റെ പുറത്ത് പുള്ളിക്കാരൻ ഫ്ലൈ ചെയ്ത് പോയിട്ടുണ്ടാവും. ടെസേറിയൻ്റെ പുറത്ത് യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഗ്വെയിൻ സമ്മതിക്കേണ്ടായിരുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഫ്ലൈ ചെയ്ത് എവിടെയെങ്കിലും പോയിട്ടോ, അത് ഓൾഡ് ടൗണിലോട്ട് എങ്ങനെ പോയിട്ടുണ്ടോ. പിന്നെ നേരെ കിങ്സ് ലാൻഡിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ അവർ ആ ഒരു ഹൈസാപ്റ്റിൻ്റെ അടുത്തോട്ട് പോയി അവരെല്ലാം കൊന്നിട്ട് വന്നേക്കണം. അത് പീപ്പിളിൻ്റെ മുമ്പിൽ എന്താണ് പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ് കൺവേ ചെയ്ത് ആൾക്കാർക്ക് എനിക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നു. അങ്ങനെ കാണിച്ചിട്ട് നേരെ കിങ്സ് ലാൻഡിലോട്ട് വരുമ്പോൾ റെനേറിയനാണ് കാണിക്കുന്നത്. പക്ഷേ അപ്പോൾ തന്നെ പിന്നെ അടുത്തൊരു മെയ്ഡ് ഓടി വന്നിട്ട് പറയും യു ഷുഡ് സീ ദിസ്. അത് ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു വിൻഡോ കാണിക്കും. ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ നമ്മൾ കാണാറുള്ള ഒരു സെയിം വിൻഡോ. അപ്പോൾ അതിന് നമുക്ക് ഊഹിക്കാം ദ പ്യുവർ സോൾ. എനിക്ക് ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടമുള്ള ക്യാരക്ടറാണ് ഹെലീന എന്ന് പറയുന്നത്. ഡോണ്ട് യു ഡെയർ ടു ടച്ച് ഹർ, അങ്ങനെ ഒരുപാട് മീംസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഐ എൻജോയ് യു ബട്ട് ഡോണ്ട് ടച്ച് ഹർ, അങ്ങനെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് തന്നെയാണ്, ഒരു പ്യുവറായിട്ടുള്ളൊരു സോളാണ്, വളരെ നല്ല, ആർക്കും ഒരു ദ്രോഹമില്ലാത്ത, നോ വാർ, അങ്ങനെ ഒരു പോളിസിയുള്ള ഒരു അടിപൊളി ക്യാരക്ടറായിരുന്നു. പക്ഷേ എന്താ പറയുക, ബുക്സിലെ പോലെ തന്നെ പുള്ളിക്കാരി സൂയിസൈഡ് ചെയ്തു. ബുക്സിൽ ഇങ്ങനെയല്ല, ബുക്സിൽ ആഫ്റ്റർ ഹിയറിങ് ദ ഡെത്ത് ഓഫ് ഹെർ സൺ അങ്ങനെയാണ്. പക്ഷേ ഇത്തവണ ആ ഒരൊറ്റ ഡയലോഗ്, അത് മിസേറിയയുടെ ഒരു ഡയലോഗിനകത്ത് അത് പുള്ളിക്കാരിയുടെ തലയിലോട്ട് കയറി അങ്ങനെ പുള്ളിക്കാരി സൂയിസൈഡ് ചെയ്തു. പക്ഷേ പുള്ളിക്കാരി സൂയിസൈഡ് ചെയ്യുന്ന മുമ്പ് ഒരു എംബ്രോയ്ഡറി വർക്ക് പുള്ളിക്കാരി ഒരു സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണിച്ച് അത് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് പുള്ളിക്കാരി സൂയിസൈഡ് ചെയ്യുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ ആലിസൻ്റെ തിരിച്ച്, അതായത് പുള്ളിക്കാരിയുടെ വിചാരിച്ചാൽ എയ്മോണ്ടിനെ കൊന്നു എന്നാണ്. അതിനുശേഷം പുള്ളിക്കാരി കിങ്സ് ലാൻഡിനോട് തിരിച്ചു വരുന്ന കാണിക്കുന്നുണ്ട്. ഓൺലി ടു ഹിയർ ഹർ ഡോട്ടർ ഈസ് ഡെഡ്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ റെനേറിയ അവിടേക്ക് നോക്കിയേക്കും, താഴെ മരിച്ചു കിടക്കുന്ന ഹെലീനയാണ് കാണിക്കുന്നത്. ഒരുപാട് പേർക്ക് സാഡായിട്ടുണ്ടോ, ഇങ്ങനെ ഒരു മൊമെൻറ്റിലൊക്കെ ആയിരിക്കും എല്ലാവരും റെനേറിയനെ ഹേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നേരെ റെനേറിയ ഒരു പുള്ളിക്കാരി സ്റ്റിച്ച് ചെയ്തെന്ന് അടുത്ത് നോക്കും. അപ്പോൾ ക്ലിയർ ആയിട്ട് കാണാം, ഇത് താഴെ മരിച്ചു കിടക്കുന്ന ഹെലീനെ കാണിക്കുന്നുണ്ട്, സൈഡിൽ അയൺ ത്രോണിൽ ഇരിക്കുന്ന റെനേറിയനെയും. പക്ഷേ പുള്ളിക്കാരിയുടെ മേത്ത് ബ്ലഡ് കാണുന്നുണ്ട്. അപ്പോൾ അതൊരു സൈനായിരിക്കും, അതായത് അവിടെ ഇരുന്ന് ബ്ലീഡ് ചെയ്തിട്ടുള്ളവരായാലും അവിടെ ഇരിക്കാൻ പോർത്തിയല്ല, അവർ മരിക്കും, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നത് അതിലൊരു സൂചന. അപ്പോൾ ഈ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും, ഈ ഒരു സംഭവം കണ്ടതിന് ശേഷം പുള്ളിക്കാരി മാഡായി. ഇനി വരുന്ന എപ്പിസോഡുകൾ ഇതെല്ലാം പുള്ളിക്കാരിയുടെ ഓരോ ആക്ടിനെയും എന്താ പറയുക അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. കാര്യം പുള്ളിക്കാരി ഈ എല്ലാ സാക്രിഫൈസും ചെയ്ത ഒരു ത്രോണിന് വേണ്ടിയിട്ടാണ്. അതിനകത്ത് പുള്ളിക്കാരി ഇരിക്കാൻ പോർത്തിയല്ല എന്നുള്ള മനസ്സിലാക്കുന്ന ഒരു മൂമെൻറ്റാണ്. കാരണം ഹെലീനൊരു ഡ്രീമറാണല്ലോ, പുള്ളിക്കാരി പറഞ്ഞെല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ പുള്ളിക്കാരനെ മാഡാക്കാം. അതായിരിക്കും നമ്മൾ സീസൺ 4 കാണാമെന്ന്. നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക. പിന്നെ ഏഗോൺ ദ കോൺഗർ, അതായത് ഏഗോൺസ് കോൺകസ്റ്റ് മൂവി വരുന്നുണ്ട് അടുത്ത വർഷം കംപ്ലീറ്റ് ചെയ്യുമെന്ന്. പക്ഷേ എന്തായാലും കൺഫേം ആക്കി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബൈ.